2013 കോഴിക്കോട് നഗരത്തിലെ 10 വീട്ടമ്മമാർ ചേർന്ന് സ്നേഹവർണ്ണങ്ങൾ എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. സമൂഹത്തിനു വേണ്ടി എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ എല്ലാവർക്കും പൊതുവായി അറിയാവുന്ന ചിത്രകലയെ ഉപയോഗിക്കാമെന്ന ആശയം കടന്നുവന്നു. 10 പേരും വരച്ച ചിത്രങ്ങൾ ചേർത്ത് ഒരു പ്രദർശനം നടത്തി. നന്മയുടെ നഗരമായ കോഴിക്കോട് പ്രദർശനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എല്ലാ ചിത്രങ്ങളും വിറ്റുപോയി. കിട്ടിയ പണം കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള കുഞ്ഞുങ്ങൾക്കായി ഒരു പാർക്ക് ഒരുക്കി നൽകി. ഇന്നിപ്പോൾ 121 വീട്ടമ്മമാരുടെ ചിത്രങ്ങളുണ്ട് പ്രദർശനത്തിന്. ഇത്തവണ സ്നേഹസ്പർശം എന്ന പേരിൽ ക്യാൻസർ ബാധിതരായ കുരുന്നുകൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു, അങ്ങനെ ചേർന്ന് തുടങ്ങിയതാണ്. ഒരു സേവനം എന്നുള്ള ഇതിൽ മാത്രമായിട്ട് തുടങ്ങിയ ഒരു കാര്യം. പിന്നെ കുറേ ആൾക്കാർ പിന്നെയും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 101 ലേഡീസിലേക്ക് എത്തിയത്. അത് വന്നിട്ട് ഇപ്പോൾ 3rd സീസണാണ് ചെയ്യുന്നത്. ഈ വർഷം നോട്ട് 101, ഇറ്റ് ഇസ് 121. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അജിത്ത് ഓൺകോളജിസ്റ്റാണ്. അവരാണ് ഞങ്ങൾക്ക് ഈ പേഷ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. അവർ പറയുന്ന ആൾക്കാർക്കാണ് ഞങ്ങൾ ഫണ്ട് കൊടുക്കുന്നത്. ആദ്യമെല്ലാം ഞങ്ങൾ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവർ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ, പിന്നെ ഒരു പാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് ഞങ്ങൾ ചെയ്യുന്നത് സ്കോളർഷിപ്പായിട്ട് കുട്ടികൾക്ക്. അപ്പോൾ വി ആർ തിങ്കിങ് ഓഫ് ഫോളോയിങ് ദ സെയിം തിങ് the coming years also. നമ്മളുടെ അറിയുന്ന സർക്കിളിൽ തന്നെ കുറേ ആൾക്കാർ ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതവർക്ക് സെയിൽ ചെയ്യാനോ ഒരു നല്ല കാര്യം ചെയ്യാനോ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഈ ഗ്രൂപ്പ് എക്സിബിഷൻ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുടെ കയ്യിൽ പെയിൻറ്റിങ്സ് ഉണ്ട്. പക്ഷേ അത് എവിടെ എക്സിബിറ്റ് ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം എന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സും കൂടി ആകുമ്പോൾ കുറേ ആൾക്കാർ പെയിൻറ്റിങ്സ് വാങ്ങിക്കും. അപ്പോൾ അവർക്കൊരു ഇൻകം ആവും, പ്ലസ് ഒരു പാർട്ട് ഓഫ് ചാരിറ്റിയും കൂടെ ആവും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. പൊതുസമൂഹത്തിന്റെ അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും മനസ്സ് ഒപ്പമുണ്ടാകുമെന്നാണ് ഈ വീട്ടമ്മമാരുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ, കോഴിക്കോട്.